ഫീൽ ഗുഡ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ത്രില്ലിംഗ് സ്വഭാവമുണ്ട്, തമാശകളുണ്ട്, ലവ് ട്രാക്കുകളുണ്ട്, അങ്ങനെ കുറേ ലേയേഴ്സ് ഈ സിനിമയിലുണ്ട്. ചില ഇൻസിഡൻ്റാണ് നമ്മളെ അത്തരം കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിലേക്ക് പോകുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തുടങ്ങാൻ ഒരു കാരണമുണ്ട്, അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുന്നു. സാറിന് ഞങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെടുമെന്നാണ് അങ്ങനെ നഷ്ടപ്പെടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു വർഷം ഒരു സിനിമയൊക്കെയാണ് ഏകദേശം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ ഉണ്ടായില്ല, അത് പ്രേക്ഷകരുടെ നല്ല കാര്യമായിട്ട് എടുക്കാം. വെറുതെ ഞാനൊരു മോശം സിനിമ കാണിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് ഓർത്ത് സമാധാനിക്കുക വേണ്ടത്. സാർ, ഈ സ്വകാര്യം സംഭവബഹുലം, ആ പേരിൽ ഒരു സംഭവബഹുലമായ സംഗതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്, അല്ലേ? അതെ, ചെറിയൊരു സംഭവം അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതെ. നമസ്കാരം. സ്വകാര്യം സംഭവബഹുലം, അങ്ങനെ ഒരു സിനിമ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നു. ആ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം അതിൻ്റെ എല്ലാവരുമുണ്ട്. നമസ്കാരം സാർ. ഡയറക്ടറുണ്ട്, അതുപോലെ ജിയോ സാറുണ്ട്. ജിയോ സാറിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം വരുന്നത് സാറിൻ്റെ സിനിമകളെ കുറിച്ച്. ഞാൻ സാറിൻ്റെ ഒരു കട്ട ഫാനാണ് ഞാൻ, സാറിൻ്റെ സിനിമകളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ ശരിക്കും പറഞ്ഞാൽ സംവിധാനം ചെയ്യുന്ന സിനിമകൾ, അതുപോലെ തന്നെ അഭിനയത്തും രണ്ട് മേഖലയും ഒരുപോലെ കൊണ്ടുപോകും. ശരിക്കും ഈ സ്വകാര്യം സംഭവങ്ങൾ ഈ സിനിമ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഇത് ഒന്ന്, ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു അഭിനയിക്കാൻ നമ്മളെ വിളിക്കാം. അതും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്, ഒരു ലീഡ് ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കൂടാതെ വേറെയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട്. തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ സിനിമ കുറച്ച് പലതരത്തിലുള്ള ഒരു ജോണറുടെ ഒരു മിക്സ് എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. കാരണം ഇത് വളരെ നമ്മളൊരു കുടുംബ ചിത്രം എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് വേണം ഇതിനെ പെടുത്താം. സെയിം ടൈം കുറച്ച് ത്രില്ലിംഗ് ആണ് ഈ സിനിമ, എന്നാൽ ഇതിൻ്റെ അകത്ത് ലവ് സ്റ്റോറീസ് ഉണ്ട്, അങ്ങനത്തെ ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഫീലിങ്സ് ഈ സിനിമ കാണുന്നവർക്ക് ഉറപ്പായിട്ടും കൊടുക്കും. അപ്പോൾ അതാണ്, അതിനെ സ്ക്രീൻ പ്ലേ വായിച്ചിട്ടാണ് ഈ സിനിമ ചെയ്തത്. സാറിൻ്റെ സിനിമകൾ ശരിക്കും ബന്ധങ്ങൾക്ക് ഭയങ്കര, എനിക്ക് ആ കാതൽ സാറിൻ്റെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പോലും അതിനകത്ത് ആ മേക്ക് ചെയ്തിരിക്കുമ്പോൾ ബന്ധങ്ങളുടെ ഭയങ്കര ഒരു സാധനമുണ്ട്. അതുപോലത്തെ ഒരു കഥാപാത്രമായിരിക്കും ഈ സിനിമയിൽ സാറ് ചെയ്യുന്നത്. ഓരോ സിനിമകളും വ്യത്യസ്തമാണല്ലോ, ഓരോ സിനിമയും ഓരോ മനുഷ്യരാണല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും ഇതും ഇപ്പോൾ ബന്ധങ്ങളുടെ ഒരു തീവ്രത ഈ സിനിമയിലുണ്ട്. അത് അച്ഛനും മകളുമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിന്നോ, അല്ലെങ്കിൽ സൗഹൃദത്തിനും പ്രണയത്തിനും ഇടയിലൊക്കെയുള്ള ഒരു തരം ബന്ധങ്ങൾ, അതൊക്കെ ഈ സിനിമ പറയുന്നുണ്ട്. സ്നേഹമാണ് ഈ സിനിമയുടെ അടിസ്ഥാനം. സോങ് നമുക്ക് അതെ 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 സോങ്ങിൽ സാറിനെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഏട്ടൻ അല്ലെങ്കിൽ ഒരു അച്ഛൻ, ആ ഒരു തരത്തിൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാം. അവിടെ സാറിൻ്റെ ഒരു സാധനമുണ്ട്, സാർ ആ മകനെ, അത് എനിക്ക് പെട്ടെന്ന് ക്യാച്ചായില്ല ആ ഒരു സാറാ കാണിക്കുമ്പോൾ. അവിടെ സാറൊരു നല്ല സൗഹൃദനായ അച്ഛനായിട്ടാണോ, അതോ കുറച്ച് ഒരു റഫായ അച്ഛനായിട്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ? വളരെ സൗഹാർദ്ദപരമായി പോകുന്ന ഒരു മനുഷ്യനാണ് എല്ലാ സ്ഥലത്തും, ജോലി സ്ഥലത്തും വീട്ടിലും ഒക്കെ. അയാൾക്കൊരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെയാണ് ഈ സിനിമയുടെ, നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എന്തുകൊണ്ട് അല്ലെങ്കിൽ അത്രയും സൗമ്യനായ ഒരാൾ വേറൊരു തരത്തിലേക്ക് മാറുന്നു, അതിന് കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, തീർച്ചയായും. സാറിൻ്റെ സിനിമകളിൽ, ഞാൻ സാറിൻ്റെ സിനിമയെക്കുറിച്ച് ഒന്ന് ചോദിച്ചോട്ടെ. സാറിൻ്റെ സിനിമകളിൽ ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നല്ല പ്രാധാന്യം, എനിക്കൊന്ന് കാതൽ സാറിൻ്റെ കഥയല്ലെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഓമനയിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അത്രയും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് സാർ സിനിമയിൽ നൽകുന്നുണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസ് സാർ എഴുതുമ്പോൾ ശരിക്കും ആ കഥാപാത്രങ്ങളിൽ നിന്നാണോ തുടങ്ങുന്നത്? അങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ എഴുത്താണല്ലോ സിനിമയുടെ മെയിനായിട്ടുള്ള. സിനിമ ആദ്യം പേപ്പറിലാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എഴുത്തിൽ വരാതെ എങ്ങനെയാണ് നമ്മൾ? അല്ല സാർ, ഞാൻ ചോദിച്ചത് ഇപ്പം നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ഞാൻ എക്സാമ്പിൾ അടിച്ചു. സാറിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആ കഥാപാത്രത്തിൽ നിന്ന് തുടങ്ങും, ആ കഥാപാത്രമാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എഴുതി തുടങ്ങുമ്പോൾ എത്തുന്ന കഥാപാത്രം. അതെ, അവരിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിരുന്നത്. അതെ, നമുക്ക് കഥാപാത്രങ്ങളിൽ നിന്ന് തുടങ്ങാതെ, ഇപ്പം ഞാൻ പലപ്പോഴും ചില ഇൻസിഡൻ്റാണ് നമ്മളെ അത്തരം കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിലേക്ക് പോകുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തുടങ്ങാൻ ഒരു കാരണമുണ്ട്, അത് ഒരുപാട് പറഞ്ഞതാണ്, എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുന്നു. പിന്നെ നമ്മൾ അവരെക്കുറിച്ച് മാത്രമായിരിക്കും കൂടുതൽ ചിന്തിക്കുക. നമ്മളൊരു സിനിമയ്ക്ക് ഉള്ളിലായി പോകും, ആ കഥാപാത്രങ്ങളുടെ കൂടെ തന്നെ ഒരു യാത്രയായി പോകും. അഭിനയിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്.
ഇപ്പോൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സ്വകാര്യ സംഭവബോധത്തിലോട്ട് വരുമ്പോൾ ഈ കഥാപാത്രം ഒരു അച്ഛനാണ്, കൂട്ടുകാരനാണ്, പലതരം രീതിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ആ മനുഷ്യനായി മാറുക എന്നുള്ളത്, നമ്മൾ വേറൊരു മനുഷ്യനാണല്ലോ. അപ്പം അതും നമ്മുടെ അനുഭവങ്ങളും നമുക്കറിയാവുന്ന മനുഷ്യരും അങ്ങനെയൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ അഭിനയത്തിലോട്ട് പോകുന്നതും. അതുപോലെ തന്നെ സാറിൻ്റെ കഥാപാത്രങ്ങളിൽ സറ്റയറിനൊരു പ്രാധാന്യമുണ്ട്. പൊളിറ്റിക്കലാണെങ്കിലും നമ്മുടെ ചുറ്റുപാട് സറ്റയറുകൾ കാണും. എനിക്ക് സാറ് മറിമായം പോലൊരു സ്ക്രിപ്റ്റൊക്കെ ആദ്യകാലങ്ങളിൽ സാറ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സറ്റയറിന് പ്രാധാന്യം, അതുപോലത്തെ ഒരു കഥാപാത്രമായിരിക്കും സ്വകാര്യം സംഭവത്തിലെ ഒരു അങ്ങനെ തമാശക്കുള്ള സീനുകളുണ്ട്. സറ്റയർ എന്നാൽ സിനിമ പൂർണ്ണമായും സറ്റയർ അല്ല. സിനിമ നമുക്ക് ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തെ രീതിയിൽ ഇതിനെ വിളിക്കാം. ഫീൽ ഗുഡ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ത്രില്ലിംഗ് സ്വഭാവമുണ്ട്, തമാശകളുണ്ട്, ലവ് ട്രാക്കുകളുണ്ട്, അങ്ങനെ കുറേ ലേയേഴ്സ് ഈ സിനിമയിലുണ്ട്. ഞാനിപ്പോഴും തമാശ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ്, കാണാനും ചെയ്യാനും. പക്ഷേ ഭയങ്കര പാടാണ്. നമുക്ക് ഒരു മനുഷ്യരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. നമ്മൾ മറിമായി എഴുതുമ്പോഴും MIT മൂസ എഴുതുമ്പോഴും ഒക്കെ ഉപ്പുമുളകൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല പാടാ. അതൊരു സിമ്പിൾ പരിപാടിയല്ല. പക്ഷെ അത് നന്നായി ആളുകൾ എൻജോയ് ചെയ്യുന്നത് ആ ഒരു സാധനം എന്നുള്ളത്. അതുപോലെ സാർ ഈ ഒരു കഥാപാത്രത്തിൻ്റെ സാർ ഈ തിരഞ്ഞെടുക്കും ഇപ്പം ശരിക്കും പറഞ്ഞാൽ മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമയിൽ സാർ ചെയ്തു. അതിന് മുമ്പൊക്കെ എന്താ അതിനെക്കഴിഞ്ഞും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ. എനിക്ക് തോന്നുന്ന ഒരു മെയിൻ ക്യാരക്ടറായിട്ട്. അപ്പോൾ അവരിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാകുന്നത്. അപ്പോൾ അത്രയും ഇതായിട്ട് എടുക്കുമ്പോൾ അഭിനയത്തെ സീരിയസ് ആയി കണ്ടുകൊണ്ട് അതിലേക്ക് മാറുകയാണോ, ചൂടുമാറ്റം നടത്തുകയില്ല? അങ്ങനെ ഒരു ചൂടുമാറ്റമല്ല, പക്ഷെ നമുക്ക് ഇഷ്ടമാണ് അഭിനയിക്കാൻ. നമുക്ക് ഇപ്പം ഞാൻ കൂടുതലും അഭിനയിക്കാനുള്ള ആഗ്രഹത്തിന് എൻ്റെ കയ്യിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നുള്ളൂ. കാരണം നമ്മളൊരു ആക്ടറാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്കൊരു മാർഗം ഉണ്ടായിരുന്നു. ഇപ്പം അത് വർക്കാവുന്നു എന്നുള്ളതാണ് ഞാനിത് മനസ്സിലാകുന്നത്. അപ്പം ഞാൻ എൻ്റെ തന്നെ മിക്കവാറും സിനിമകളിലൊക്കെ ചെറുതാണെങ്കിലും എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. മിക്കവാറും സിനിമകളിൽ 1-2 സിനിമകളിലൊക്കെ ഞാൻ അഭിനയിക്കാതിരുന്നിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് വേണം ആരെങ്കിലും എന്നെ വിളിക്കാൻ. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടം. നമ്മൾ നാടകങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴും നാട്ടിലും ഒക്കെ നാടകം കളിക്കുമ്പോൾ അഭിനയം എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. സ്റ്റേജിലാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് നാടകങ്ങൾ കളിച്ചിട്ടില്ല, പക്ഷേ ആ ഒരു പ്രോസസ്സ് എനിക്കറിയാം. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് സിനിമയുടെ ചുറ്റുവട്ടത്ത് തന്നെ നിൽക്കാം. ഇപ്പം നമ്മൾ സിനിമ ചെയ്യാത്തപ്പോഴും നമ്മളൊരു സിനിമയുടെ ഭാഗമായിട്ടാണല്ലോ നിൽക്കുക, ഒരു ആക്ടറായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ സിനിമ സംവിധാനം ചെയ്യുന്നു, അല്ല സിനിമ എഴുതുന്നു, അതിൻ്റെ ഒക്കെ അപ്പുറത്ത് വളരെ റിലാക്സ്ഡ് ആണ്. ഇവരൊക്കെ ഓടി നടന്ന ജോലികൾ ചെയ്യുമ്പോഴും ഇവർക്കൊക്കെ ടെൻഷനും റിസ്ക്കും എടുത്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങളും ഭയങ്കര ഡെഡ് ലൈൻ പരിപാടികളൊക്കെയാണ് സിനിമയിൽ. ഞാൻ സിനിമ ചെയ്യുമ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ വളരെ ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ അപ്പോൾ നസീർ അതിൻ്റെ അത് ഹാപ്പി ആവണം. അതായത് എന്നെ വിളിച്ച സംവിധായകൻ ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഒക്കെ ആണെങ്കിൽ വളരെ റിലാക്സ്ഡ് ആണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് കംഫർട്ട് ആക്ടിങ് ആണ്. പക്ഷേ നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് ഫിലിം മേക്കിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ടിൽ ഏതൊരു വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഫിലിം മേക്കിംഗ്. സാറിൻ്റെ സിനിമകൾ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയാളികൾ എല്ലാവരും സാറിൻ്റെ സിനിമകൾ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഗൗതം സാറൊക്കെ എനിക്ക് തോന്നുന്നു ആ അഭിനയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറിപ്പോയി ആ ഡയറക്ഷൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സാറിന് ഞങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെടുമെന്നാണ് ഞാൻ അങ്ങനെ നഷ്ടപ്പെടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു വർഷം ഒരു സിനിമയൊക്കെയാണ് ഏകദേശം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം 2 വർഷം, ആദ്യത്തെ സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയ്ക്ക് 2 വർഷം എടുത്തു, 3ാമത്തെ സിനിമയ്ക്കും 2 വർഷം എടുത്തു. പിന്നെയാണ് ഒരു വർഷം ഒരു സിനിമ എന്നോ ഒക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഒരു വർഷം ഒരു സിനിമയാണ് വളരെ കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാവുമായിരിക്കും. ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ ഉണ്ടായില്ല, അത് പ്രേക്ഷകരുടെ നല്ല കാര്യമായിട്ട് എടുക്കാം. വെറുതെ ഞാനൊരു മോശം സിനിമ കാണിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് ഓർത്ത് സമാധാനിക്കുക വേണ്ടത്. അപ്പോൾ നല്ല സബ്ജക്റ്റുകൾക്ക് വേണ്ടി അല്ലേ? അപ്പോൾ ഈ അഭിനയത്തിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് കൂടുതൽ വരുമ്പോൾ എഴുത്തിൽ ഇല്ല, നമുക്ക് കുറേ കൂടെ കംഫർട്ട് ആവുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ആലോചിക്കുന്നുണ്ടെങ്കിൽ അഭിനയിക്കാൻ പോകുന്ന സ്ഥലത്തൊന്നും നമുക്ക് വേറെ ഒരു ജോലിയും ചെയ്യണ്ട. നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. ഈ വെറുതെ ഇരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ തന്നെ, നമുക്ക് ചിലപ്പോൾ ബുക്ക് ഉണ്ടെങ്കിൽ വായിക്കാം, നമുക്ക് സിനിമ കാണാൻ പറ്റും ഫോണിലോ ലാപ്പിലോ ഒക്കെ. നമുക്ക് ഇതുപോലെ നമ്മുടെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ ആണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഉള്ളത്. എപ്പോഴും എന്നല്ല എങ്കിലും അതൊക്കെ ഒരുപാട് സമയം ഫ്രീ ടൈം നമുക്കുള്ളൊരു സമയമാണ്. സാറിൻ്റെ ഇതിലെ കഥാപാത്രത്തിൻ്റെ പേര്? ഇതിലെ കഥാപാത്രത്തിൻ്റെ പേര് രവി ആശാൻ എന്നാണ്. ആശാനോടെ ചേർത്താണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഇയാളെ ആശാൻ എന്ന് വിളിക്കുന്നത്? അങ്ങനെ
കഥാപാത്രത്തിന്റെ പേര് രവി എന്നാണ്. അപ്പോൾ ഈ രവിയാശൻ ശരിക്കും ഇൻസ്പയർഡ് ആണ് ഏതെങ്കിലും ഇല്ല, അങ്ങനെ നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് ആരെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനത്തെ മനുഷ്യരെയൊക്കെ നമുക്കറിയാം. പൂർണ്ണമായി ഇങ്ങനെ അല്ലെങ്കിലും അങ്ങനെ അഭിനയിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ നമ്മൾ റെഫർ ചെയ്യുക ചെയ്യുന്നത്. ചിലപ്പോൾ വായിച്ചിട്ടുള്ള കഥയിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ തന്നെ നമുക്ക് ഇത്തരം മനുഷ്യരെയൊക്കെ അങ്ങനത്തെ ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. സാർ, ഈ സ്വകാര്യം സംഭവബഹുലം ആ പേരിൽ ഒരു സംഭവബഹുലമായ സംഗതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? അതെ, ചെറിയൊരു സംഭവം അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതെ, അതിലൂടെയാണ് കഥ വികസിച്ചു പോകുന്നത്. അതിലൂടെ അത് അവസാനമാണ് അത് വികസിക്കുന്നത്. ആദ്യം അതിലോട്ട് എത്താനുള്ള കാര്യങ്ങളാണ് ആദ്യം തുടങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ അവസാനം ഒരു ചെറിയ സംഭവത്തിലൂടെ അത് ക്ലൈമാക്സിലോട്ട് എൻഡ് ചെയ്യും. അങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ജിയോ സാറിനെ ഇങ്ങനെ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ജിയോ സാറിനായിരുന്നോ ആദ്യം മനസ്സിൽ, അതോ പെട്ടെന്ന് ഇങ്ങനെ വന്നതാണോ? ഞാൻ സാറിൻ്റെ 1-2 ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആക്ടിങ്, അത് നമ്മളൊരു കഥ ചെയ്യുമ്പോൾ, സിനിമ ചെയ്യുമ്പോൾ അതിലോട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കണമല്ലോ. അപ്പം 1-2 ഷോർട്ട് ഫിലിംസ് നോക്കിയപ്പോഴത്തേക്ക് പറ്റിയ ഒരു ആപ്റ്റായിട്ടുള്ള ആളാണ്. സാധാരണക്കാരൻ. ഈ കഥയിൽ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ പ്രശ്നത്തിലാവുമ്പോൾ നമ്മൾ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സാധാരണക്കാരൻ്റെ ബോഡി ലാംഗ്വേജും സാധാരണക്കാരനായിട്ടുള്ള ഒരാളിനും അങ്ങനത്തെ ഒരു ഫേസാണ് നമ്മുടെ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ജീവവിലോട്ട് എത്തിയത്. അപ്പം ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം അതിന് ശേഷമാണോ? പിന്നീട് ഒരു കാസ്റ്റിംഗ് വരുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതിന് ശേഷം ഒരു ഭാഗമായിട്ട് വന്നു? അല്ല, ഫസ്റ്റ് ജീവവിയുടെ തന്നെയാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം സാർ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ബാക്കി കാസ്റ്റിങ്ങിലോട്ടൊക്കെ പോയത്. സാറിൻ്റെ ഒരു എന്താ പറയുക സംവിധാന സാർ ചെയ്യുന്ന സിനിമകൾ ആ ഒരു കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് സാറിന് ഒരു സാമ്യം തോന്നുന്നു, അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന ഒരു സാധനത്തിലേക്ക് ഇത് വരുന്നുണ്ടെന്ന് തോന്നിയിരുന്നു എപ്പോഴും? അതും ഇതോട്ട് വലിയ സാമ്യമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞ സാറിൻ്റെ ആ ഒരു ചില സിനിമകളുണ്ട്, നാടൻ കഥ, നമ്മുടെയൊക്കെ ജീവിതമായിട്ട് ടച്ച് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് സാറിന് തോന്നിയിരുന്നോ ഇങ്ങനെ വരുന്ന ഒരു സാധനം? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇതിലും അങ്ങനത്തെ ചില കഥാപാത്രങ്ങളുണ്ട്. സാർ ചെയ്യുന്ന രവിയാശ എന്നുള്ള കഥാപാത്രവും തനി നാട്ടിൻപുറത്തുകാരൻ, ഇത് നടക്കുന്നതൊരു നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് നടക്കുന്ന കഥയാണ്. പക്ഷേ എങ്കിലും ആ സാധാരണക്കാരൻ്റെ ഒരു കഥയാണ്. സ്നേഹവും, നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹബന്ധങ്ങളും അതിൻ്റെ ആഴങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്ന കുറേ കഥാപാത്രങ്ങളും നല്ല ബന്ധങ്ങൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഇതിലെ ക്യാമറ ചെയ്യാന്ന് പറയുമ്പോൾ ലൊക്കേഷൻസ് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ ഈ ഫ്രെയിംസ് ഭയങ്കര ഇതുണ്ട്, നമ്മളെ അത്രയും സിനിമയിൽ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഫ്രെയിംസും സുന്ദരമായൊരു സാധനത്തിൽ തന്നെയാണോ നമുക്കിത് ചെയ്യുന്നത് പോയേക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ മൂവിക്ക് ഒരു 2 നേച്ചറാണുള്ളത് വിഷ്വലി. ഒന്ന് ഈ പറഞ്ഞതുപോലെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ പോകുന്ന ഒരു ട്രാക്കുണ്ട്. പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു മിസ്റ്റീരിയസ് എലമെൻ്റ് ഉള്ളൊരു ത്രില്ലർ പാർട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. വളരെ റിയലിസ്റ്റിക് അപ്രോച്ചായിരുന്നു ചെയ്തിരുന്നത്. ലൊക്കേഷൻ എവിടെയായിരുന്നു? ട്രിവാൻഡ്രത്താണ് ഫുൾ ഷൂട്ട് ചെയ്തത്. ലാസ്റ്റ് ഒരു 1 ഡേ ഷൂട്ട് നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ നെയ്ബറിങ് തമിഴ്നാട് ഒരു ദിവസം ഷൂട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ബേസിലാണോ കഥ പറഞ്ഞു പോകുന്നത്? അങ്ങനെ ഒരു ലൊക്കേഷൻ ഒന്നും മെൻഷൻ ചെയ്യുന്നു പോകുന്നില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ സ്ലാങ്ങുകൾ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ സ്ലാങ് ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ പക്കാ തിരുവനന്തപുരം അല്ല, ഒരു ന്യൂട്രൽ ആ പിടിച്ചിരിക്കുന്നത്. ഓക്കെ. എന്തായാലും ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയ സിനിമകൾ നമ്മുടെ തിയേറ്ററുകളിൽ എത്തുമ്പോൾ നമ്മളത് പോയി കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഭയങ്കര രസകരമായി മേക്ക് ചെയ്യുന്നു. ചെറിയൊരു ത്രെഡിൽ നിന്നാണ് മലയാള സിനിമയിൽ നിന്ന് ഭയങ്കര രസകരമായ സിനിമകൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണോ ഇതും ഉദ്ദേശിക്കുന്നത്? ഇതും ചെറിയൊരു ത്രെഡാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ അകത്ത് വേണ്ട എല്ലാ എലമെൻസും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രണയമുണ്ട്, പിന്നെ ത്രില്ലിങ് എലമെൻറ്റ്സ് ഉണ്ട്, പിന്നെ ചെറിയ ഫൺ തമാശ ചേർത്തിട്ടുണ്ട്. എല്ലാം അതിൽ നിന്നാണ് ഈ മെയിൻ കഥയിലോട്ട് വരുന്നത്. അപ്പം ഒരു ചെറിയ കഥയാണ്, പക്ഷെ അത് വികസിപ്പിച്ച് എല്ലാ എലമെൻറ്റ്സും ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഒരു സിനിമയാക്കി ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ജിയോ സാറ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന നമ്മുടെ സ്വകാര്യം സംഭവബഹുലം വന്ന സിനിമ മെയ് 31-നാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ സിനിമ തിയേറ്ററുകളിൽ തന്നെ പോയി കാണണം. നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാം ഈ സിനിമയിലുണ്ട് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു.